ഇതെൻ്റെ ബ്ലാക്ക് മൊബൈൽ പൗച്ചാട്ടോ. ഇവനെ ഒന്ന് ചായം മാറ്റാമെന്ന് വിചാരിച്ചിട്ട് ഫാബ്രിക് പെയിൻറ് എടുത്തിട്ട് അതിൽ ലൈറ്റ് ബ്ലൂ കളർ എടുത്തിട്ട് നന്നായിട്ട് പെയിൻ്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പെയിൻറ്റിംഗ് ഒന്നും വല്ലാണ്ട് അറിയൊന്നുമില്ല, എങ്കിലും എനിക്ക് അറിയുന്ന പോലെയൊക്കെ ഞാൻ ചെയ്യാണ് കേട്ടോ. എല്ലാം ഒന്ന് ചെയ്ത് പഠിക്കണ്ടേ എന്നൊക്കെ ഒന്ന് വിചാരിച്ചിട്ട് ചെയ്തു നോക്കുകയാണ്. ഏതായാലും വിജയിക്കുമോ എന്നൊക്കെ നമുക്ക് നോക്കാം. അങ്ങനെ ഏതായാലും പെയിൻറ്റിങ് നല്ല തകൃതിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ബ്ലാക്ക് കാണുന്ന സ്ഥലത്തൊക്കെ ഞാൻ പെയിൻറ്റ് വെച്ചിട്ട് അടിച്ചു കൊടുത്ത് ബ്ലൂ കളർ ആക്കുന്നുണ്ട്. ഏകദേശം ബ്ലൂ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ ഏകദേശം. പിന്നെ ഒരു സ്ക്രബ് എടുത്തിട്ട് ഞാനൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് വെറുതെ ചെയ്തതാണ്, ഒരു ഭംഗിക്ക് നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഗോൾഡനും ഗ്രീനും 2 കളർ എടുത്തിട്ടുണ്ട്. അതാണെങ്കിൽ ചെറിയ ഫ്ലവർ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1, 2, 3 ഫ്ലവറാണ് ഞാൻ വരയ്ക്കാനും ഉദ്ദേശിച്ചിട്ടുള്ളത്. ഞാൻ ആ മൊബൈൽ കവറിൽ ഒരു പൂക്കാലം തന്നെ തീർത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ഫ്ലവറുകൾ അങ്ങോട്ട് വരച്ചിട്ടുണ്ട്. ഫ്ലവർ ഇങ്ങനെ വരച്ചപ്പോൾ പിന്നെ നിർത്താൻ തോന്നിയിട്ടില്ല. അങ്ങനെ ഫ്ലവർ വരച്ചങ്ങനെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കാണുന്നതാണ് ഭംഗിയെന്ന് എനിക്ക് തോന്നിയിട്ടുമുണ്ട്. അങ്ങനെ ഏകദേശം കുറേയൊക്കെ ഫ്ലവറുകൾ വരച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. പിന്നെ എനിക്ക് തോന്നി ഈ ഗോൾഡിൻ്റെ നടുവിലൊരു ഗ്രീനും ഗ്രീനിൻ്റെ നടുവിലൊരു ഗോൾഡും കൊടുത്താൽ എങ്ങനെ ഉണ്ടെന്ന്. അതും അങ്ങോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഡോട്ടും കൂടി ഇട്ടെടുത്തിട്ടുണ്ട്. ഗോൾഡ് ഡോട്ട് ഇട്ടപ്പോൾ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് എങ്ങനെയുണ്ട് എൻ്റെ മൊബൈൽ കവർ.